നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പണിക്കശ്ശേരി ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ. തൊട്ടപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. 2 മിനിറ്റും ഇല്ലെന്ന് തോന്നുന്നു, അത്രയ്ക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നാൽ ഇവിടെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കളക്ഷൻസൊക്കെ വരുന്നത് ഇതുപോലെ ഓണമൊക്കെ വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ കളക്ഷനൊക്കെ പുതിയത് കുർത്തീസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ നോക്കാമെന്ന് കരുതി വന്നതായിരുന്നു. അപ്പം ഞാൻ ഓർത്തുന്ന അമ്മയ്ക്ക് നോക്കാമെന്ന് കരുതി. അമ്മ ഈ ഇടയായിട്ടാണ് കേട്ടോ ചുരിദാറൊക്കെ ഇടാൻ തുടങ്ങിയത്. അമ്മേനെ ഞാനാണ് ആദ്യമായിട്ട് ചുരിദാറൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തത് അമ്മയ്ക്ക് തന്നെ ഒരു സെറ്റ് എടുക്കാമെന്ന്. കാരണം എനിക്ക് ചുരിദാറുകൾ ഇഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നത്. സെറ്റ് അല്ല എടുത്തത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പാൻറ്റും ഷോളൊക്കെ എടുത്തത് കേട്ടോ. സെറ്റ് എടുക്കുമ്പോഴത്തേനും പാൻറ്റിൻ്റെ വലിപ്പക്കുറവ് കാരണം, അതായത് അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ ഫിറ്റായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ നോക്കി. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ വേറെ ഒത്തിരി കാണിച്ചപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന ഇത് എടുക്കാമെന്ന് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇത് എടുക്കാം, എന്നിട്ട് ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷാളും എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആ കൺഫ്യൂഷനും കൊണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. കുറേ നല്ല കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. അവർ 190-നുണ്ട്, 290-നുണ്ട്, 260-നുണ്ട്, 360-നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് കേട്ടോ എല്ലാ കുർത്തി. അതും നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മയ്ക്ക് ഈ ഒരു കുർത്തി അതിലേക്ക് ഈ ഒരു പാൻറ്റും എടുത്തു. ഈ പാൻറ്റ് ഇങ്ങനെ കുറച്ച് പലാസോ അല്ല ഇങ്ങനെ പ്ലീറ്റൊക്കെ ആയിട്ട് കിടക്കത്തില്ലേ, അങ്ങനത്തെ പാൻറ്റാണ് കേട്ടോ. അതാകുമ്പോൾ അമ്മയ്ക്കൊക്കെ ഇടാനും സുഖമാണ്. കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിഷ്ണുവേട്ടനും വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അമ്പടും കൂടെ വിഷ്ണുവേട്ടൻ്റെ കൂടെ ബൈക്കിൽ കയറിയിട്ട് വീട്ടിലോട്ടിങ്ങ് പോരുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്ക് ഞാൻ എങ്ങനെ എടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്നത് സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഓണക്കോടിയൊന്നും അല്ല കേട്ടോ, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഓണക്കോടി ഞാൻ അമ്മയ്ക്ക് ഇതിലും കിടലിനായ ഒരു സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചുരിദാർ തന്നെയാണ്, നല്ല രസമുള്ളത്. അത് ഞാൻ അപ്പം കാണിക്കണ്ട കേട്ടോ. നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ അമ്മ അകത്തായിരുന്നു. എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് കേസ്. അപ്പോൾ അമ്മ വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചപ്പോൾ അമ്മ പുറത്തോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ അമ്മ ഞാൻ ആ ഒരു ചവിട്ടിയായിട്ടൊക്കെ കയറി വരുന്നപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു കേട്ടോ എന്താ ഏതാന്നൊക്കെ. ആ ബാക്കിലിരിക്കുന്ന തുണികൾ ഞാനിപ്പോൾ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നു കേട്ടോ. അതിലിപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ അവിടെ ആണ് കൂട്ടി വെച്ചേക്കുന്നതെന്നൊക്കെ. പിന്നെ അറ്റത്തിരിക്കുന്നത് നമ്മുടെ ബെഡാണ്, പുതിയ ബെഡ് കൊണ്ടുവന്നെയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ അവിടെ വെറുതെ അവിടെ കളക്ഷനൊക്കെ വന്നപ്പോ തന്നെ വെറുതെ കയറിയതാട്ടോ. ഞങ്ങൾ പൊന്നോടെ അമ്മ ചുരിദാറിന്റെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വെറുതെ കയറിയതാ. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അമ്മയ്ക്ക് എടുത്തായിരുന്നു. അമ്മ ചുരിദാർ ഇടാൻ ഇപ്പൊ ഇരുന്ന വ്യക്തിയാണ്. അപ്പൊ അത് ഞാൻ അമ്മയ്ക്ക് എടുത്തിരുന്നു ചുരിദാർ. ഓക്കെ, അമ്മയ്ക്ക് അമ്മ വെറുതെ പറയാണല്ലേ. സത്യം അമ്മയ്ക്ക് ഞാൻ ചുരിദാർ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോ കണ്ടാ നല്ല കളറല്ലേ. പക്ഷെ അവിടെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. നല്ല കുർത്തോള് ഞാൻ സെറ്റ് ആയിട്ട് എടുത്തില്ല. എന്താ പറയാ ഈ ചിലപ്പോ പാന്റ് ഇച്ചിരി വലിയ സൈസ് എടുത്താലും ചിലപ്പോ പാന്റിന് പിടുത്തോണ്ടെന്നല്ല പറഞ്ഞതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പാന്റ് ഷാളും കൂടെ ഒരു കുർത്തിയും കൂടെ എടുക്കുമായിരുന്നു കേട്ടോ. എന്താ 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 അമ്പട ആരാ ചാച്ചി? അയ്യോ, അച്ചാച്ചനെ കടിച്ചതാക്കിയതായിരുന്നു. കുഞ്ഞു ഉമ്മ കൊടുത്ത് അച്ചാച്ചനെ കടിച്ചാൽ മാറ്റം അല്ലേ? എനിക്കും കിട്ടത്തില്ല. ദേ വരുന്ന ആർക്കാ കിട്ടാത്ത ചെപ്പ തരാന്നൊക്കെ. അമ്പട് പാതുക്കെ ഊരിക്കൊടുത്തു. അമ്പടുത്ത് അച്ചാച്ച പോണ്. സിറ്റ്. പിന്നല്ലേ സിറ്റ്. ഇവിടെ നിക്കാൻ. ഇവിടെ വന്ന് നിക്ക്. വേണ്ട. ഇവിടെ ഗൈസ് വിഷ്ണുട്ടന് അച്ഛനെയൊക്കെ ഉമ്മ കൊടുത്തത് വർഷങ്ങളായിട്ടുണ്ടാവും. വിഷ്ണുട്ടന് അച്ഛനൊക്കെ ഒരു ഉമ്മ കൊടുത്തിട്ട് കണ്ണമോൻ ഇന്ന് വിഷ്ണുവിനെ പിടിച്ച് അച്ഛനും ഉമ്മ കൊടുപ്പിക്കുകയൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു ഉമ്മ സമ്മേളനം നടന്നു മൊത്തം. ഡി എന്താ രണ്ടുപേരും പോവാത്തെ? ഷെയ്ക്ക് കുടിക്കാൻ പോയി ഇരിക്കുക രണ്ടുപേരും. അച്ഛൻ ഉറങ്ങാൻ വേണ്ടി ഞങ്ങളെല്ലാരും ഇരിക്കുക. അച്ഛൻ സമ്മതിക്കില്ല പോവാൻ. അതാ അമ്പട് ബായ് മാടി കാവ്യ പിന്നെ പോവാ. എന്താ അമ്മ വാ. അതാ
കൂട്ട് വെട്ടി അമ്മയോട്. കൂട്ട് വെട്ടല്ലേ അമ്മയോട്, കൂട്ട് വെട്ടല്ലേ, കൂട്ട് വെട്ടല്ലേ അമ്മയോട്. അമ്മയുടെ ചാക്കരമുത്ത് അമ്മയോട് കൂട്ട് വെട്ടിയോടി. ഏ പിള്ളക്കെ, ഓയ് പിള്ളക്കെ, അമ്മയുടെ തുമ്മിടി പിള്ളക്കെ, ഹായ് ഹായ് പിള്ളക്ക 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 പിള്ളക്ക. ബാ പൊന്നു, എന്താ എവിടേക്കാ? അമ്മ ഒരു 50-50 നിൽക്കുകയാണ്. കാര്യം അച്ഛൻ ഞങ്ങളെ പറപ്പിക്കും. അപ്പൊ ഞങ്ങൾ അച്ഛനെ ഉറക്കി കിടത്തിട്ട് പോവാന്നൊക്കെ. വാ അമ്മ. ഞങ്ങൾ വേഗം പോയിട്ട് ഞങ്ങൾ വേഗം വരാം ഗൈസ്. നടക്കൂ നടക്കൂ. എൻ്റെ അത്ത പോക്കള് കണ്ടോ കുടയും ചൂടിയിരിക്കുന്നത്. ഓ വിഷ്ണു ആദ്യം തന്നെ കയറിയിരിക്കുന്നുണ്ട്. വെള്ളമുണ്ട് മഴ പെയ്തിട്ട്. അച്ഛൻ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും കോമഡി. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ അമ്പലപ്പുള്ള കേക്ക് ഹട്ടിലാണ് കേട്ടോ. കേക്ക് ഹട്ട് ഇപ്പൊ അവിടുന്ന് മാറ്റി ഇവിടേക്ക് ആക്കിയിട്ട് നല്ല വിപുലീകരിച്ചാണ്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് കാരണം ഇപ്പൊ എനിക്ക് ഒന്ന് അമ്പലപ്പുഴ വന്ന ആദ്യം ഇവിടെയാണ് ചാടിക്കയറുന്നത്. എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉള്ള കുറച്ചും കൂടെ നല്ല നല്ല നീറ്റായിട്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കയറിയിരിക്കും. എനിക്കൊന്ന് അമ്പലപ്പുഴയിൽ ഞാൻ ആകെ കൂടെ കയറുന്നത് ഇവിടെ മാത്രമാണ്. ഞാൻ വേറെ എവിടെയും അങ്ങനെ കയറാറില്ല ഗൈസ്. ഇതിന്റെ മേളിൽ സ്പേസ് ഉണ്ട്, അവിടെ ഇരുത്തി തുടങ്ങിയോന്നറിയില്ല. ഞങ്ങളിതുവരെ കയറിയിട്ടില്ല, താഴെയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. ഇവിടെ എല്ലാരും വന്നിട്ടില്ലേ, പൊന്നും നമ്മളും കേറിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനും ജയാമിയും ഷാളൊക്കെ ഇട്ടിട്ട് ഇരിക്കുക അവിടെ. അപ്പൊ വിഷ്ണുവേട്ടനും അമ്പടും കൂടെ ആണ് പോയത്. കാവ്യയും പൊന്നും നമ്മൾ ഒരു ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബർഗർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷവർമ്മ മേടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ പോയിട്ടുണ്ട്. ഫോണൊന്നും എടുക്കാതെ പോയിട്ട് എന്താ ഏതാണെന്ന് അറിയില്ല. ഏട്ടൻ പോയിട്ട് ഇങ്ങ് വരുമായിരിക്കും. കണ്ണമോനും കൂടെ ചട്ടിട്ടുണ്ട്. ദേ നിക്കുന്നത് അടയ്ക്കാൻ പോവാണ്. അവൾക്ക് ഇപ്പൊ തന്നെ അടയ്ക്കത്തില്ലായിരിക്കും, 10:30 ആയതല്ലേ ഉള്ളൂ. നോക്കാം ഗൈസ്. ഗൈസ് ഒരാളിതാ ഇവിടെ ഹാപ്പി എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവന് കേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ കേക്ക് വാങ്ങി. അമ്പടു ആരൊക്കെ കേക്ക്? അമ്പടൂനോ അമ്മക്ക്? കൂട്ട് വെട്ടിട്ട് എവിടേക്കാ പോകുന്ന? അമ്മ തരട്ടെ അമ്പടൂനെന്നാ? അമ്മ പൊട്ടിച്ചേരാം. ഓക്കെ. ആ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭയങ്കര വർത്താനായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ പൊട്ടിച്ചിട്ട് പകുതി അവനും കൊടുത്തു, കാവിക്കും പൊന്നൂനും ഒക്കെ കൊടുത്തു. ഞാനും ഒരു പൊട്ട് കഴിച്ചു, ബാക്കി മുഴുവൻ അവൻ കഴിച്ചു കേട്ടോ ഇരുന്നിട്ട്. ഇത് അച്ഛൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട്, നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അച്ഛനോട് പറയാതെ അങ്ങനെ പോകുന്നത്. അച്ഛൻ വഴക്ക് പറയും ഇത്ര ലേറ്റ് ആയിട്ടൊക്കെ. അച്ഛന് പേടിയാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ടൊക്കെ പുറത്തങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു, അമ്പലപ്പുഴ തന്നെയായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ കഴിച്ച് നമ്മുടെ സംഭവം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ഷെയ്ക്ക് വന്നു, നമ്മുടെ കേക്ക് വന്നു, അല്ല ഇത് വന്നു. പിടിച്ചോ പിടിച്ചോ. സവർമ്മ വന്നു, ബർഗർ വന്നു, അങ്ങനെ പലതും വന്നു എന്നൊക്കെ. അപ്പോൾ ഏട്ടൻ ബില്ല് ചെയ്തിട്ട് വരട്ടെ. നമ്മൾ കാവ്യലക്ഷ്മി ആരുടെ ഏട്ടാ? എനിക്കറിയത്തില്ല. ഓക്കെ, അത് മാമന്റെ അരയിലാണ്. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അടച്ചോ കുറ്റിട്ടാ? ഇല്ല എൻ്റെ അമ്മയെ ഞങ്ങൾ വിചാരിച്ചു പുള്ളിന്ന് അടച്ചെന്ന്. പതുക്കെ പൊക്കോ. പ്ലേ ബട്ടൺ എടുക്കും. അപ്പൊ കഴിച്ചത് നമ്മള് എല്ലാരും വീട്ടിലെത്തി. ഞങ്ങൾ പമ്മി പമ്മി കുടിക്കാൻ പോവാണ്. കൃഷ്ണേട്ടൻ്റെ കുടിക്കുന്ന പമ്മി. അടിയിൽ ഇച്ചിരി മധുരം കൂടുതലുണ്ടല്ലേ? അവിടെ ഷെയ്ക്കിന് ഇച്ചിരി മധുരം കൂടുതലുണ്ട് കേട്ടോ. എന്താ പിന്നെ അതൊരു കുറവായിട്ട് പറഞ്ഞല്ല, പക്ഷെ അതൊരു എല്ലാവർക്കും അത്ര മധുരം എല്ലാവർക്കും അത്ര, എനിക്ക് പറ്റുന്നില്ല ഇത്രയും മധുരം. ഞാൻ എന്നോട് പറഞ്ഞു ഇച്ചിരി മധുരം കുറച്ചിട്ട് ഇടാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു ഇതിന് പ്രശ്നമുണ്ടെന്നല്ല, പക്ഷെ കൊള്ളാം. പക്ഷെ എന്നാലും മധുരം ഇച്ചിട്ട് കൂടിപ്പോയല്ലേ. ഞങ്ങൾ എന്നിട്ട് എല്ലാവരും കൂടെ ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് പോകാം, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ കഴിക്കണത്. അച്ഛനെ വിളിച്ചിട്ടുണ്ടായില്ല കേട്ടോ, കാര്യം ഷവർമ്മയും ഈ ഒരു സംഭവമൊന്നും അച്ഛൻ അങ്ങനെ കഴിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ നേരത്ത് തീരെയും കഴിക്കത്തില്ല. അതുപോലെ ഷെയ്ക്ക് മേടിച്ചു. അച്ഛൻ മധുരം കഴിക്കത്തില്ല, മധുരമില്ലാത്ത ചായയാണ് അച്ഛൻ കുടിക്കുന്നത് തന്നെ. അതുകൊണ്ട് അച്ഛൻ പിന്നെ അത് മാത്രമല്ല, അച്ഛൻ ഒരു 9:30-10 മണി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ഹാപ്പി ആയിരുന്നു. എന്തെടുക്കുന്നു കണ്ണാപ്പി? ബാഗ് ഇട്ട് എവിടെ പോന്ന്? കൊള്ളാം. അടച്ചേ ഡ്രോയേക്ക? അടച്ചേതല്ല ഏട്ടാ. കൃഷ്ണേട്ടാ സമയം ഒന്ന് കാണിച്ചേ കൃഷ്ണേട്ടാ. 1:15.
1:15 എൻ്റെ കുഞ്ഞു നിന്ന് കളിയാ ഗൈസ്. കളി ഒന്നും എവിടെ എത്തിയിട്ടില്ല. എന്താ പിന്നെ ഉറക്കം വന്നിട്ട് പോയി ഞങ്ങൾക്ക്. ബാഗിട്ട് പോവാണോ കുഞ്ഞ്? ഉറങ്ങണ്ടേ നമ്മുടെ ഉണ്ണിക്ക്? സ്കൂളിൽ പഠിക്കാൻ പോവാണോ? നാളെ വരാന്നോ? രാത്രിയാ പഠിക്കാൻ പോണേ? രാത്രിയാണോ പഠിക്കാൻ പോണേ? എന്തോ AB പഠിക്കാൻ പോണോ? എന്താ ഇവിടെ ഒയ്ന്ന് വെച്ചാ എന്താ? അമ്മട് അമ്മട് ഹൊയ്ന്ന് വെച്ചാ എന്തുവാ? ഹോഴ്സ്. കുതിരേനെ പറയണ്ട ഗൈസ്. ഞാൻ ഹൊയ്ൻ്റെ അടുത്ത് പോണേ. അണ്ണാനെ പിടിക്കാൻ പോവാണോ? അണ്ണാനെ പിടിച്ചിട്ട് എന്തിനാ ഇടുന്നേ? പിടിച്ചിട്ട് എന്തിലിടും കുഞ്ഞ്? ഇത് പറ, എന്തിലാ അണ്ണാനെ പിടിച്ച് എന്തിലാ ഇടുന്നേ? ബാഗിലിടുവോ? എവിടെ? അവിടെ ഇടുവോ അണ്ണാനെ പിടിച്ച്? വാ ഉറങ്ങാം വാ. അണ്ണാനെ പിടിക്കാൻ പോവാണോ? അമ്മ വരണ്ടേ? ഈ ഒറ്റയ്ക്കാ പോണ്? ബൈ. ആ ശരി. അച്ചോട്ട് തുറക്കാൻ പറ. ഏട്ടാ എൻ്റെ കണ്ണെന്ന് മുടിന്ന് മാറി കൊടുക്കും. കണ്ണിലടക്കും.